ഈ പുഴയും കടന്നിലാണെങ്കിൽ നമ്മുടെ വിനീതാണെങ്കിൽ ഏത് നേരവും നിവിനായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണെന്നാണ് ഗംഗയുടെ ഒരു തോന്നൽ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗംഗയാണെങ്കിൽ നിവിൻ്റെ അടുത്ത് വിനോദിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, വിനോദേട്ടാ നിങ്ങൾ വല്ല കാമുകി എങ്ങാനും വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ ഗംഗെ നിനക്ക് അങ്ങനെ തോന്നാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ, ഏത് നേരവും നിങ്ങളിങ്ങനെ ഫോണിൽ സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഞാനല്ലാതെ വേറൊരു കാമുകി ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. എൻ്റെ ഗംഗെ നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? ആവശ്യമില്ലാതെ എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ ഗംഗ പറയുന്നുണ്ട്, കാമുകിയല്ല കാമുകൻ. എൻ്റെ വിനീതേട്ടാ എന്തിനാണ് ഏത് നേരവും ഈ നിവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിവിനെ ഇങ്ങനെ വിളിക്കുന്നത് ശരിയൊന്നുമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വിനോദേട്ടൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് നിവിന് ഈ വീട്ടിൽ കയറാൻ പറ്റിയതും നിവിൻ്റെ അമ്മ ഇവിടെ വന്ന് ഓരോ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞതും ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരെയും അപമാനിച്ചതും. ഇനിയും നിവിനെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അത്ര ശരിയല്ല. ആവശ്യമില്ലാതെ അവനുമായിട്ട് കൂട്ടും വേണ്ട. എന്തിനാ വെറുതെ ഓരോ ചീത്തപ്പേര് എന്ന് ചോദിക്കുന്നു. വിനീതേട്ടൻ നിവിനുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഗംഗ പറയുന്നു. ഇതേ സമയം എൻ്റെ ഗംഗെ നിനക്കറിയാലോ അവൻ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് എന്ന് പറയുമ്പോൾ, അടുത്ത കൂട്ടുകാരനായാലും അവളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. വിനീതേട്ടൻ്റെ ഫ്രണ്ടായിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാത്തത്. ഇവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടാണ്. അങ്ങനെ നോക്കുമ്പോൾ ചീത്തപ്പേര് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വിനീതേട്ടനുള്ളപ്പോഴല്ലേ ആ നിവിൻ്റെ അമ്മ വന്ന് ഇവിടെ കിടന്ന് ഇത്രയും അനാവശ്യം നമ്മളെ എല്ലാവരെയും പറഞ്ഞത്. അപ്പോൾ വിനീതേട്ടന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നമ്മുടെ വിനീത് പറയുന്നുണ്ട്, ഗംഗെ എങ്കിൽ നീ പറഞ്ഞത് മാതിരി തന്നെ ഞാൻ ചെയ്യാം. എന്തായാലും നിവിനുമായിട്ട് ഇനി അധികം ബന്ധവും കാര്യങ്ങളൊന്നും വെച്ച് ഞാൻ പുലർത്തില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഗംഗ നമ്മുടെ വിനീതിൻ്റെ ഫോണിലേക്ക് നോക്കുന്നത്. ഓ, നിവിനല്ലേ വിളിച്ചത്? അമ്മയായിരുന്നു. എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിക്കുന്നു. ആ ഭാസ്കരൻ വീണ്ടും വന്ന് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗംഗയോട് വിനീത് പറയുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് കൂട്ടുകാർ.